പടം ശരിക്ക് ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്ന് പറഞ്ഞിട്ടാണ് സിനിമ തുടങ്ങിയത്. പക്ഷേ സിനിമ കാണുമ്പോൾ ഇത് ധ്യാനിൻ്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ള മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് പുതുമുഖങ്ങൾ, അതായത് നമുക്ക് കേട്ട് പരിചയമില്ലാത്ത, അതായത് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും ഇപ്പോൾ സംവിധായകർ എഴുത്തുകാരായ ഇന്ദ്രനീൽ രാഹുൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫസ്റ്റ് സിനിമയാണെന്ന് തോന്നുന്നില്ല. ഒരു ഫസ്റ്റ് ഫ്രെയിം മുതൽ തന്നെ നമ്മൾ ആ ഒരു കൈയടക്കം നമുക്ക് ഫീൽ ചെയ്തു. അവർ 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ ഈ സിനിമ എങ്ങനെയാണ് കണ്ടിരിക്കാൻ പറ്റുമോ. അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഈ സിനിമ നല്ല ലെവലിൽ മേക്ക് ചെയ്തിരിക്കുകയാണെന്ന്. ആ മേക്കിങ്ങിനൊപ്പം തന്നെ നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. അതായത് പിന്നെ ഒരു ഡിറ്റക്റ്റീവ് ഒരു ഗ്രാമത്തിലെ കൊലപാതകം അന്വേഷിക്കുന്ന ഒപ്പം തന്നെ വരുന്ന ഒരു പോലീസ് ഓഫീസറും കൂടെ വന്നിട്ട് ഇവർ തമ്മിലുള്ള ഒരു ഡ്യുവൽ കൂടെ അതിലേക്ക് വന്നപ്പോൾ ശരിക്ക് കഥ ഭയങ്കര ഗ്രിപ്പിംഗ് ആയി. അത് നമുക്ക് ഒന്ന് പുറത്തേക്ക് മാറാനോ അല്ലെങ്കിൽ ഒന്ന് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാനോ അങ്ങനെ നമ്മൾ സമ്മതിക്കാത്ത തരത്തിലുള്ള ഒരു അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നുള്ള രീതിയിലുള്ള എഴുത്തും പിന്നെ അതിനിടയിൽ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള കോമഡിയും വളരെ സ്വാഭാവികമായ പെർഫോമൻസ് എല്ലാം കൊണ്ടും മലയാളത്തിൽ അടുത്ത ഇറങ്ങിയൊരു മികച്ച ഒരു സിനിമാനുഭവമായിട്ട് സിനിമയെ മാറ്റാൻ വേണ്ടി ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ആ മേക്കിംഗ് ലെവൽ കൊണ്ട് തന്നെ ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്നുള്ള പേര് എന്തായാലും ഈ സിനിമയ്ക്ക് കറക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങും ഈ മേക്കിങ്ങും കൊണ്ട് ഒരു മസ്റ്റ് വാച്ച് മൂവിയായിട്ട് ഉജ്ജ്വലിനെ മാറ്റിയിട്ടുണ്ട്.